ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ എല്ലാവരും സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നു. നിങ്ങളും ഹാപ്പി ആയിട്ടും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങോട്ടൊക്കെ മഴയൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇങ്ങോട്ടും കുറച്ച് ദിവസമായിട്ട് മഴയൊന്നുമില്ല കേട്ടോ, നല്ല വെയിലാണ്. അപ്പം ഞാനും ആബിക്കുട്ടനും അപ്പും കൂടെ നമ്മുടെ തറവാട് വീടിനടുത്തായിട്ടൊരു വീട്ടിൽ നല്ല കാട്ടുമാങ്ങയുണ്ട്. അതിൻ്റെ പഴം ഇപ്പം അതിലൂടെ മൊത്തം വീണ് കിടക്കുന്നുണ്ട്. അവിടുത്തെ ചേട്ടനാണെങ്കിൽ നമ്മളോട് കുറേ ദിവസമായിട്ട് പറയുന്നു, വന്ന് പെറുക്കിക്കൊണ്ട് പോകും മക്കളെ, പെറുക്കിക്കൊണ്ട് പോകും. അതിങ്ങനെ അവരുടെ വഴിയിലൊക്കെ ഇങ്ങനെ വീണങ്ങനെ ചീഞ്ഞ് കിടക്കുക. തന്നെയല്ല, ഈ മഴ വരുമ്പോൾ അവരൊരു വെള്ളം പോകുന്ന പാത്തി പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വീണതിങ്ങനെ ചീഞ്ഞ് പോവാണ്. നമ്മളോട് വന്ന് പെറുക്കിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ട് കുറേ ആയിട്ടാണ്. പിന്നെ എനിക്കെന്ന് പറഞ്ഞ് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാനിങ്ങനെ മടിച്ച് നിൽക്കുമായിരുന്നു. ഇന്ന് പിന്നെ അവന്മാരും അവിടെയുണ്ട്, ചേച്ചിയും പാറക്കുട്ടിയും വീട്ടിലുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ പിള്ളേരെയും കൂട്ടി അങ്ങ് പോയി. പോകുന്ന വഴിക്ക് ഉള്ളതാണ് കേട്ടോ ഈ ഒരു സാധനം. ഞാൻ ഇതിനു മുമ്പും എൻ്റെ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് ചുണ്ടങ്ങ എന്നാണ്. നമ്മളിവിടെ ചുണ്ടങ്ങ, ഞൊട്ടങ്ങ എന്നൊക്കെ പറയും. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം. അപ്പൂസിന് അത്ര ഇഷ്ടമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണത്. തന്നെ ഇത് എന്തൊക്കെയോ അസുഖത്തിനുള്ള മരുന്നാണെന്നും പിന്നെ ഈ ആയുർവേദ മരുന്ന് ഉണ്ടാക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അടിമാലിയിലൊക്കെ ഇതിങ്ങനെ കിലോയ്ക്ക് എത്ര രൂപയ്ക്ക് ഇത് വെക്കുന്നുണ്ട്. ഇത് പക്ഷേ നമ്മുടെ ഈ ഏരിയയിൽ മാത്രം ആർക്കും ഇതൊന്നും അത്ര മീച്ചമില്ല. അവർ ചുമ്മാ കളയാണ്, കഴിക്കത്തേയില്ല. എൻ്റെ കൈ കാണുന്ന ബ്ലഡ് അല്ല കേട്ടോ, കുങ്കുമം ഇരിക്കണതാണ്. ഈ റോഡിൻ്റെ അപ്പുറ സൈഡും ഇപ്പുറ സൈഡും നേരത്തെ കൃഷി പോലെ ഇതുണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പോത്തിനും പശുവിനും ഒക്കെ വെട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ട് ആ സാധനമില്ല. എന്താ പറയുക, ഒരു ഷെല്ല് പോലെ ഇരുന്നിട്ട് അതിനുള്ളിൽ മുത്ത് പോലെ ഒരു സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്, ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ ഈ പറയുന്ന പോലെ കെമിക്കൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അടിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്നതായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറിച്ച് കഴിക്കാം. ഇതിപ്പം ഞാൻ അപ്പുക്കുട്ടനാണെങ്കിൽ ഒരെണ്ണം അവൻ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് അവന് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ കഴിച്ചില്ല. അത് ഞാൻ മേടിച്ച് കഴിച്ചു. ഞാൻ ഈ കാട്ടിക്കൂടെ എല്ലാം കുറേ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡൊക്കെ കയറി നോക്കി കേട്ടോ, ഒരിടത്തുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ തറവാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് അവളെയൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് അവളെയും കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് കാട്ടുമാമ്പഴം പെറുക്കാനായിട്ട് പോകാൻ. പിന്നെ നമ്മൾ തറവാട്ടിലേക്ക് ഇറങ്ങുന്നതിൻ്റെയും വീടിൻ്റെ ഒന്നും വീഡിയോ പിടിക്കുന്നില്ല. കാരണം ഒരു പ്രാവശ്യം വീഡിയോ പിടിച്ച് എനിക്ക് പണി കിട്ടിയതാണ്. കാരണം അതങ്ങനെയാണ്. ഇതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇത് ഈ സാധനം കണ്ടോ, ഇതിനെ നിങ്ങളുടെ അവിടെ എന്ത് പറയും? ഞങ്ങളുടെ ഇവിടെ ഇത് കാന്താരിപ്പഴം എന്ന് പറയും. കണ്ടോ, ഇതിങ്ങനെ ബ്ലാക്ക് കളറാവേ. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇല്ല, പോയി തീർന്നു. എന്തോ നല്ല ടേസ്റ്റാണ് ഇതിന്. ഞങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ എങ്ങോട്ടൊക്കെ പോകാനായിട്ട് ഇങ്ങനെ റോഡിൽ കൂടെ നടന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ എന്തെങ്കിലും ഇതുപോലെ കാട്ടുപഴങ്ങളൊക്കെ കാണും. ഇതിപ്പോൾ കണ്ടില്ല, ഇതിന് നമ്മൾ കാന്താരിപ്പഴം എന്ന് പറയും. പലയിടത്തും പല ഇതാട്ടോ പറയുന്നത്. അതുണ്ടാവും, ചുണ്ടങ്ങ ഉണ്ടാവും, അങ്ങനെ പല പല സാധനങ്ങൾ. ഇപ്പം മൊത്തം കാട് കയറി അങ്ങ് പോയി കേട്ടോ. അയ്യോ, ഇതിലെ കയറണോ? ഇല്ലേ, കയറാം, വാ. അതിലെ കയറണോ? നിങ്ങൾ വാ, അവിടെ അല്ല, വാ. പോ പാറു, വീടല്ലേ ആ സാറല്ല, കയറി പോകാം. പോ. റോട്ടിൽ നിന്ന് കുറച്ചൊന്ന് കയറിയാൽ മതി കേട്ടോ, ഒത്തിരി ഒന്നും കയറി പോകേണ്ട. തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ കശുമാവ് നിൽക്കുന്ന ഇവിടെയല്ല കേട്ടോ, ഇച്ചിരങ്ങ് മണ്ടയിലാണ്. അങ്ങോട്ടൊക്കെ ഇച്ചിരി മഴയൊക്കെ പെയ്ത് നല്ല രീതിയിൽ ഇച്ചിരി വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മാവിൻ്റെ ആ സൈഡൊന്നും ഞാൻ എടുക്കാത്തത്. അപ്പോൾ ഇതേ വീടിൻ്റെ ഫ്രണ്ടിൽ അവർ ഇറങ്ങിപ്പോകുന്ന വഴിയുടെ അവിടെയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ മാമ്പഴം എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ മാമ്പഴം കിടക്കുന്നുണ്ടോ. അവിടെ ആരും പെറുക്കാനില്ലാത്തതുകൊണ്ട്
ആ വീട്ടിലാണ് അമ്മയില്ല. എൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അമ്മ മരിച്ചുപോയി. പിന്നെ മോളിവിടെ ഇല്ല, അവൾ പാലക്കാടാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ആരുമില്ല പെറുക്കാനായിട്ട്. അപ്പം ഞങ്ങളൊക്കെ ഉള്ളൂ പെറുക്കാൻ. ഞങ്ങൾ എന്നിട്ട് ഒരു 2 റൗണ്ട് ഞങ്ങൾ പെറുക്കിക്കൊണ്ട് പോയി. പിന്നീട് ഞങ്ങൾ പെറുക്കാത്തതുകൊണ്ട് അവിടെ ഇവിടെ ആയിട്ട് എന്തോരം കൂടി കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും പെറുക്കിയിട്ടേക്കുന്നതല്ല കേട്ടോ. ഇതും ഇങ്ങനെ മണ്ടേന്ന് വീണ് കിടക്കുന്നതാണ്. അപ്പം ഞങ്ങളതിനകത്ത് നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്തിട്ടുള്ള എന്നാൽ കേട് വരാത്ത നല്ല പഴങ്ങൾ നോക്കി കുറേ ഞാനും പെറുക്കിയെടുത്തു, അവളും പെറുക്കിയെടുത്തു. അതിൻ്റെ അവിടെ കുറച്ച് ഏലമൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ചെറിയ പൊട്ടലൊന്നും കാണുന്നത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. കാരണം കുറേ ദിവസമായിട്ടുണ്ടാവും ഇത് കിടക്കുന്നത്. അതിനാണ് നല്ല മണമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ചുമന്നുകൊണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ട് അവരുടെ വീടിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കുറേ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കിടക്കുന്ന അത്യാവശ്യം നല്ല മാമ്പഴമാണെന്ന് തോന്നുന്നു കേട്ടോ. അതിങ്ങനെ വലിയ പൊട്ടലൊന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ എനിക്കും അവൾക്കും ഉള്ളത് അത്യാവശ്യമെല്ലാം ഇതും പെറുക്കിയിട്ട് ഞങ്ങളങ്ങനെ തിരിച്ചു പോകാൻ ഇറങ്ങി. നേരത്തെ പണ്ട് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ വന്ന് കളിച്ചുകൊണ്ടിരുന്നൊരു കുളമായിരുന്നു കേട്ടോ ഇത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. എന്താ പറയുക, നമ്മുടെ പഴയ കാലത്തേക്ക് അങ്ങ് പോയി അതൊക്കെ കണ്ടപ്പോൾ. നമുക്കൊരു 1/2 കവറോളം മാങ്ങ കിട്ടി കേട്ടോ. അവിടെ മൊത്തം വെള്ളമൊക്കെ കിടന്നുകൊണ്ട് കഴുകാതെ തിന്നാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ നന്നായിട്ട് കഴുകിയിട്ട് കഴിക്കണം. വീഴും പമ്പ്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ്. മാമ്പഴമൊക്കെ പെറുക്കി അമ്മ കുറേ അടുത്ത് മാമ്പഴപ്പുരിശ്ശേരി വയ്ക്കും. അങ്ങനെ ഇതേ കാട്ടുമാമ്പഴമൊക്കെ പെറുക്കി നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാനൊരു 5-6 എണ്ണം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. ഇത് ഇച്ചിരി അത്യാവശ്യം വലുതാട്ടോ ഈ മാമ്പഴം. പക്ഷെ നല്ല മണമാണ്, അതുപോലെ തന്നെ നല്ല മധുരമുണ്ട്. അവിടെ തന്നെ വേറൊരു കശുമാവുണ്ട് കേട്ടോ. അതിൻ്റെ ഇച്ചിരി കുഞ്ഞു മാമ്പഴമാണ്, ഒരു ഇത്രയൊക്കെ ഉള്ളൊരു മാമ്പഴമാണ്. പക്ഷെ അതിന് ഭയങ്കര പുളിയാണ്, മധുരമില്ല കേട്ടോ. ഇതിനാണെങ്കിൽ നല്ല മധുരമാണ്. ഇനി ഇരിക്കുന്നുണ്ട്, കഴുകിയില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കി ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്താണേ. ഇത് ഇങ്ങനെ അങ്ങനെ തൊലി പൊളിച്ചെടുക്കണം. അങ്ങനെ തൊലി പൊളിച്ചിട്ടാണ് ഇത് കഴിക്കാം. അമ്മമാർക്കൊന്നും ഇത് വേണ്ട കേട്ടോ, പുഴുവൊന്നും ഇല്ലാത്തതാണ്. എന്നാലും നമുക്ക് താഴെ ചാടി കിടന്നതല്ലേ. ഞാൻ ആ മാവിൻ്റെ അങ്ങോട്ട് അധികം പോയില്ല കേട്ടോ. ഇച്ചിരി അങ്ങ് കയറിപ്പോണം മാവിലേക്കല്ല, മാവ് നിൽക്കുന്നിടത്തോട്ട്. അതുകൊണ്ട് നമ്മൾ താഴെ നമുക്ക് എടുക്കാൻ സ്ഥലത്തും റോഡരികിലേക്ക് വന്നതാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് മാവിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. നമ്മുടെ മാമ്പഴം അങ്ങനെ കഴിക്കണം. അപ്പോൾ ഇതേ നമ്മുടെ മാമ്പഴം അത് തിന്ന് കഴിഞ്ഞ് ഞാൻ വേറെ ഒരെണ്ണം എടുത്തത് കണ്ടോ. അതിനെക്കാട്ടിലും ഇച്ചിരോടെ ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഒറിജിനൽ കാട്ടുമാമ്പഴമാണെങ്കിൽ ഇതിനേക്കാട്ടിലും കുഞ്ഞായിരിക്കും. ഒരു നെല്ലിക്ക വലുപ്പത്തിന് അതിനെക്കാട്ടും ഇച്ചിരി കാണുമെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും മഴക്കാലമായി കഴിഞ്ഞാൽ മൊത്തം കേടപ്പം പുഴു കയറും. അപ്പോൾ അതിനു മുമ്പ് മാക്സിമം പെറുക്കി തിന്ന് തീർക്കണം. അവിടെ ആരും പെറുക്കും, മൊത്തം ചീഞ്ഞ് പോവാണ് കേട്ടോ. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി കിടക്കുന്നുണ്ട്. അവിടെ ആരും ഇല്ല. അവിടെ ഒരു അപ്പച്ചൻ്റെ മോനും മാത്രമേ ഉള്ളൂ. അവരങ്ങനെ മാമ്പഴമൊന്നും കഴിക്കത്തില്ല. അപ്പം ഞങ്ങളോട് വന്ന് ഡെയിലി പെറുക്കിക്കൊണ്ട് പോക്കോളാൻ പറയും. ഡെയിലി പോകാൻ അങ്ങ് പറ്റാറില്ല. പക്ഷേ
തീരുന്നതിന് മുമ്പ് 2-3 റൗണ്ട് പെറുക്കി തിന്നണം. ഓടിക്കളഞ്ഞ ഇന്ന് പഠിത്തമില്ലല്ലോ, ഇപ്പം കളിയാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കഴിഞ്ഞപ്പോ നൈസിന് വീഡിയോ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ വണക്കം.